അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മുടെ മക്കളുടെ കാര്യത്തിലും മറ്റുള്ള കാര്യത്തിലൊക്കെയും പലവിധ വിഷമങ്ങളുണ്ട്. പ്രത്യേകിച്ചും പഠിച്ചാൽ ഓർമ്മ കിട്ടുന്നില്ല, ഓർമ്മശക്തി കുറവാണ്, പഠനത്തിൽ നിലവാരം കുറവാണ്, പഠിച്ചത് മറന്നുപോവുകയാണ്. ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നന്നായി ശ്രദ്ധിച്ചാലും അവസാനം അതൊക്കെ പെട്ടെന്ന് മറന്നുപോവുകയാണ് എന്ന പരാതി ധാരാളം ആളുകൾക്കുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കുണ്ട്. പരീക്ഷകളും മറ്റുകളൊക്കെയും വരുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കായിരിക്കും നമുക്കായിരിക്കും എവിടെയും പരാജയപ്പെടണമെന്ന് ആരും ആഗ്രഹിക്കില്ല. ക്ലാസ്സിൽ പാഠങ്ങൾ തീരെ ശ്രദ്ധിക്കാത്ത കുട്ടികളാണെങ്കിലും, അതല്ലെങ്കിൽ ക്ലാസ്സിൽ പോകാൻ, സ്കൂളിൽ പോകാൻ, മദ്രസയിൽ പോകാൻ നല്ലോണം മടി കാണിക്കുന്ന കുട്ടികളാണെങ്കിലും, തീരെ താല്പര്യമില്ലാത്ത കുട്ടികളോടാണെങ്കിലും നിനക്ക് വിജയിക്കണോ പരാജയപ്പെടണോ എന്ന് ചോദിച്ചാൽ പറയും, എനിക്ക് നല്ല മാർക്കോടെ വിജയിക്കണോ. ആർക്കും പരാജയപ്പെടാൻ ആഗ്രഹമില്ല. അതുകൊണ്ട് നല്ല പഠിക്കുന്ന കുട്ടികൾക്ക് പോലും നല്ല താല്പര്യത്തോടെ, നല്ല ശ്രദ്ധയോടെ എനിക്ക് പഠിക്കണം എന്നുള്ള ആ വല്ലാത്ത താല്പര്യത്തോടു കൂടി പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഈ ഒരു പ്രശ്നം പലപ്പോഴും നേരിടാറുണ്ട്, അഥവാ മറന്നുപോകാന്നുള്ളത്. പ്രത്യേകിച്ചും പരീക്ഷയ്ക്ക് വേണ്ടി ഒരുപാട് പഠിക്കാനുണ്ട് കുട്ടികൾക്ക്. അള്ളാഹു നമ്മുടെ കുട്ടികൾക്കൊക്കെയും നല്ല ബുദ്ധിശക്തിയും നല്ല ഓർമ്മശക്തിയും നൽകുമാറാവട്ടെ. ആ മക്കൾക്കൊക്കെയും അള്ളാഹു പരീക്ഷയിൽ ഉന്നതമായ വിജയം നൽകുമാറാവട്ടെ. അപ്പോൾ നല്ലോണം പഠിച്ച്, ഒരുപാട് പഠിച്ച് അവസാനം പരീക്ഷാ ഹാളിൽ കയറിയാൽ സുബ്ഹാനല്ലാഹ് പലതിൻ്റെയും ആൻസറുകൾ പഠിച്ചതാണ്, ഇപ്പോൾ കിട്ടുന്നില്ല, മറന്നുപോയി. ഇങ്ങനെ പല പ്രശ്നങ്ങളും നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, അല്ലെങ്കിൽ പഠിതാക്കൾക്ക്, കുട്ടികൾക്ക്, എല്ലാവർക്കും ഓർമ്മശക്തിയുടെ കുറവ്, മറവി എന്നുള്ളത് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറയാറുമുണ്ട്. അള്ളാഹു എല്ലാവർക്കും നല്ല ഓർമ്മശക്തി നൽകുമാറാവട്ടെ. എന്നാൽ അതിന് ഒരു പരിധി വരെ പരിഹാരം ലഭിക്കാൻ നമ്മുടെ ഉസ്താദന്മാർ, മശായിഖന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ധാരാളം വഴികളുണ്ട്. എല്ലാം ഈ ഒരൊറ്റൊരു വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഞാനിപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഓരോ ദിവസവും, അല്ലെങ്കിൽ നമ്മുടെ ഓരോ വീഡിയോയിലും അതുപോലത്തെ ധാരാളം പരിഹാര മാർഗങ്ങളും ധാരാളം നമുക്ക് സമാധാനം ലഭിക്കാനുള്ള പല വിഷയങ്ങളും നാം ചർച്ച ചെയ്യാറുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു എല്ലാവർക്കും ഖൈർ നൽകുമാറാവട്ടെ. അപ്പോൾ ഓർമ്മശക്തി വർദ്ധിക്കാൻ വേണ്ടിയും പഠനത്തിൽ നല്ല നിലക്ക് മികവ് പുലർത്താൻ വേണ്ടിയും ഞാനിപ്പോൾ പറയുന്ന ഈ ഒരു ദിക്ർ നിങ്ങൾ പതിവാക്കുക. ഏതാണത്? നല്ല ശുദ്ധിയോടുകൂടി ആയിരിക്കണം എല്ലാവരും ഉച്ചരിക്കേണ്ടത്. യാ ഹയ്യു യാ ഖയ്യൂം യാ ഖബീറു യാ മുബീൻ യാ അല്ലാമുൽ ഗുയൂബ് ഷറാഹിയം ബർഹൂത്ത എന്ന ഈ ഒരു ദിക്ർ എല്ലാവരും ഓരോരോ ദിവസവും 66 പ്രാവശ്യം പതിവാക്കണം. യാ ഹയ്യു യാ ഖയ്യൂം യാ ഖബീർ യാ മുബീൻ യാ അല്ലാമുൽ ഗുയൂബ് ഷറാഹിയം ബർഹൂത്ത എന്ന ഈ ദിക്ർ 66 പ്രാവശ്യം പതിവാക്കുക. അതിനുശേഷം ഓരോ ദിവസവും 7 പ്രാവശ്യം സൂറത്തുൽ അൻആമിലെ 59-ാമത്തെ ആയത്ത്, സൂറത്തുൽ അൻആം 59-ാമത്തെ ആയത്ത്, ആ ആയത്തും കൂടി പതിവാക്കുക. അതേതാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹുവ വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർള് വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. സൂറത്തുൽ അൻആമിൽ 59-ാമത്തെ ആയത്ത്.
ഈ ആയത്തും കൂടി 7 പ്രാവശ്യം പതിവാക്കുക. അതോടൊപ്പം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. മശായിഖന്മാരുടെ മേൽ ഫാത്തിഹ ഓതുക, സ്വലാത്ത് ചൊല്ലുക. ഇതൊക്കെ അതിനുള്ളൊരു പരിഹാരമാണ്. അതുകൊണ്ട് ഏതായാലും ഒന്ന് പതിവാക്കിയാൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെതായ ഫലം കാണും. അതേപോലെ തന്നെ എല്ലാ നിസ്കാര ശേഷവും അലം നശ്റഹ് ലക സദ്റക് വവളഅനാ അൻക വിസ്റക്, ഈ സൂറത്ത് എല്ലാ നിസ്കാരത്തിന് ശേഷം ചുരുങ്ങിയത് ഒരു 3 പ്രാവശ്യം നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പതിവാക്കൽ നല്ലതാണ്. നല്ല ഓർമ്മശക്തി വർദ്ധിക്കാൻ അത് കാരണമാകും. അലം നശ്റഹ് സൂറത്ത് അറിയാത്ത കുട്ടികളുണ്ടാവില്ല. അതുകൊണ്ട് എല്ലാ കുട്ടികളും അലം നശ്റഹ് സൂറത്ത് എല്ലാ നിസ്കാര ശേഷവും ചുരുങ്ങിയതൊരു 3 പ്രാവശ്യം പതിവാക്കുക. അതല്ലെങ്കിൽ 7 പ്രാവശ്യം പതിവാക്കുക. നിങ്ങൾക്ക് എത്ര കഴിയുന്നു അത്രയും പതിവാക്കുക. ഈ ഒരു നിയത്ത് വെച്ചുകൊണ്ടാണെങ്കിൽ മറവി ഉണ്ടാവുകയില്ല. അള്ളാഹു താല വിജയിപ്പിക്കുമാറാവട്ടെ. ഇതൊക്കെ പതിവാക്കുക. അതോടൊപ്പം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ദുആവ് നമുക്ക് വലിയ ഫലമാണ്. ഇതിന് പുറമേയും ധാരാളം ഇതിന് പരിഹാരമായ പല വിഷയങ്ങളുമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കതൊക്കെയും ഓരോ സമയങ്ങളിലായി ചർച്ച ചെയ്യാം. അർഹമുർ-റാഹിമീന റബ്ബ് ഈ നമ്മുടെ പരീക്ഷകളിലും നമ്മുടെ എല്ലാ വിഷയത്തിലും പരിപൂർണ വിജയം നൽകുമാറാവട്ടെ. നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചിരുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ആ മക്കളൊക്കെയും പരീക്ഷയിൽ ഉന്നത വിജയം നേടുക, പരീക്ഷയിൽ നല്ല മാർക്ക് നേടുക, എല്ലാ വിഷയത്തിലും A+ നേടുക എന്നതൊക്കെ നമ്മുടെ വലിയ സ്വപ്നമാണ്. അള്ളാഹു താല പൂർത്തീകരിച്ചിരുമാറാവട്ടെ. നമ്മുടെ മക്കളെ കൊണ്ട് ഒരിക്കലും നമുക്ക് ദുഃഖിക്കേണ്ട ഒരു അവസ്ഥയില്ലാതെ നല്ല സന്തോഷം നൽകുമാറാവട്ടെ. ആഖിറത്തും നമ്മുടെ മക്കൾ നമുക്ക് കൺകുളിർമയാകുന്ന നിലയ്ക്ക് അള്ളാഹു താല നമുക്ക് കാണിച്ചു തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.